Developers Comedy Super. ചിരിമേള കാഴ്ചകൾക്ക് ഇവിടെ തുടക്കമാകുന്നു. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. കണക്ക് മാഷായ ഞാൻ വേണം ഹിന്ദി പേപ്പർ നോക്കാൻ. ടീച്ചർ ഒരു മാസത്തെ ലീവ് ആയതുകൊണ്ട് ഇതൊക്കെ ഹമ്പക്കെട്ടത് ഹം വെച്ചിട്ടില്ല, തുമ്പക്കെണ്ടടുത്ത് തും വെച്ചിട്ടില്ല. ഇനി മാർക്കിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ നമ്മളെ കൈവെക്കും. മാർക്കിടണം. ഹിന്ദി പേപ്പർ മലയാളത്തിൽ എഴുതിയേക്കണം ആൻസർ. എൻ്റെ പ്രിയപ്പെട്ട മാഷെ, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എല്ലാ ഉത്തരവും എഴുതിക്കോളാം. എന്നെ എല്ലാത്തിനും വിജയിപ്പിച്ചാൽ മാഷിന് 2 ഗ്ലാസ് കള്ളും ഒരു കപ്പയും വാങ്ങിച്ചു തരാം. വിനയത്തോടെ വിനയകുമാർ. നിന്റെ കള്ള് കപ്പയും എനിക്ക് വേണ്ട. പിള്ളേര് പഠിച്ച് നീ തോക്കട്ടാ, തോറ്റ് തൊപ്പിടട്ടാ. അല്ല പിന്നെ വെറുതെ ആവശ്യമില്ലാത്തവൻ. എന്റെ ദൈവമേ, ഈ പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ പോണ സമയത്ത് വല്ല കൂലിപ്പണിക്ക് പോയാൽ മതിയായിരുന്നു. എന്ത് പറ്റി ടീച്ചറെ? എന്നെ പറയാൻ എന്റെ പൊന്നു മാസേ, ആ 8Bയിലെ കുറച്ച് തലതെറിച്ച പിള്ളേരുണ്ട്. പ്രത്യേകിച്ച് ആ ഗണേഷ്, അവനെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ? ഗണേശനെ ഇവിടുന്ന് പറഞ്ഞു വിടാനാ? പിന്നെ ഗണേശനെ ഇവിടുന്ന് ടീച്ചിങ് കൊടുത്ത് പറഞ്ഞു വിട്ടാലേ ദേ ആ പൊട്ടിയോട് ടീച്ചർ മാറുവാ. പിന്നെ എനിക്ക് അതല്ലേ പണി. കഞ്ഞിക്ക് 2 തേങ്ങ വേണമെങ്കിൽ തേങ്ങ കയറി തേങ്ങ ടീച്ചർ ഇടുവാ. എന്റെ പൊന്നു മാഷെ, ഞാൻ ഇവിടെ പഠിപ്പിക്കാനല്ലേ വന്നേക്കണേ, തേങ്ങ ഇടാനും മാങ്ങ പറിക്കാനും. അപ്പൊ പിന്നെ ഗണേശനെ പറഞ്ഞു വിടുന്ന കാര്യം ടീച്ചർ പറയണ്ട. ടീച്ചറിനൊരു സത്യം അറിയാവാ, ഈ ഗണേഷ് ഈ സ്കൂളിൽ പഠിക്കണതായിട്ട് നമ്മുടെ റെക്കോർഡിൽ ഒരു രേഖയില്ല. പിന്നെ നമ്മള് വളവിടാതെ വളരണ ഒരു മരമല്ല. അവനങ്ങോട്ട് വളർന്നോട്ടെ, ടീച്ചർ എന്താ കുഴപ്പം? മാഷക്ക് ഒരു കാര്യം അറിയോ? അവനിന്ന് രാവിലെ ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നപ്പോഴേ എന്നെ വിളിക്കോ എടി സൗമ്യെന്ന്. ടീച്ചറെ പേരിലെ വിളിച്ചത്, എന്നെ തത്തക്ക വിളിച്ചത്. എന്നിട്ട് ഞാൻ കണ്ടെടുത്തില്ലേ? ഇതൊന്നും വലിയ കാര്യമല്ല. അല്ലേ തന്നെ അവൻ പേര് വിളിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. ടീച്ചറുടെ പ്രായമുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ല എന്ന് വിചാരിക്കണം. അല്ല പിന്നെ ഞാൻ ഈ ഹിന്ദി പേപ്പർ നോക്കി പ്രാന്തായിട്ടിരിക്കേ. ചെവി വെക്കല്ലേ? എന്താ കുറെ ദിവസമായി പണി തുടങ്ങിട്ട് കേട്ടാ. എന്ത് പണി? ഈ പിയൂൺ എന്നുള്ള വിളി. പിന്നെ പിയൂണിനെ കളക്ടർ എന്ന് വിളിക്കാൻ പറ്റും? എനിക്ക് നല്ലൊരു പേരുണ്ട്. എന്താണോ പേര്? രാജുരാജ്. രാജുവിന്റെ അതെ? രാജുവിന്റെ ആദയല്ല, രാജുരാജ്. ഓ, അങ്ങനെ വിളിച്ചാൽ മതി കേട്ടാ. എനിക്ക് തന്നോട് സംസാരിച്ചിരിക്കാൻ നേരെയില്ല. എനിക്ക് ഒരു ചായ മേടിച്ചോ. ശരി. ഈ ഉച്ച സമയത്താ? എന്തിനാണ് സാറേ ഈ ഉച്ച സമയത്ത് ചായ കുടിക്കാൻ? വല്ല ആവശ്യമുണ്ടോ? ഞാനല്ലേ ചായ കുടിക്കണം വേണ്ടെന്നല്ല. താൻ പോയി ചായ മേടിച്ചോ. പോയിക്കേ. എനിക്ക് സൗകര്യമില്ലേ മേടിച്ചത്? സൗകര്യമില്ലെന്നോ? ടീച്ചർക്ക് ഒരു നോട്ടീസ് ഉണ്ട്. ഇതെന്താ ഈ തലയും കുനിച്ചിരിക്കണേ? വല്ലാത്തൊരു തലവേദന. ഒരു ചായ കുടിച്ചാൽ മാറുന്ന കേസേ ഉള്ളൂ. ഞാൻ ഒരു ചായ മേടിച്ചോണ്ട് വരട്ടെ? കടിക്കാൻ എന്തായാലും വേണം. പുറത്താട്ടിയുള്ള പട്ടി കടിക്കും. ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്നോട് ചായയല്ലേ പറഞ്ഞല്ല? ചായ എനിക്ക് തനിക്ക് വാങ്ങിത്തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ എന്റെ സൗമ്യക്ക് വേണ്ടി ചായ കുടിക്കാം. താൻ നിന്റെ സൗമ്യ? ആഹാ, മാഷേ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇതെന്ത് നോട്ടീസാ? എന്റെ മനസ്സാകുന്ന പ്രണയവല്ലിയിൽ പൂത്ത ചെന്താമരേ, ഞാൻ നിന്റെ തല്ലേ, നീ എന്റെ തല്ലേ. നല്ല തല്ലു കൊടുക്കാനായിട്ടാണ് അവന് കേട്ടോ. ടീച്ചറാണ് ഇവനൊക്കെ വളം വെച്ച് കൊടുക്കണം. ഇനി ആവർത്തിക്കോ? എത്ര തവണയായി ഞാൻ പറഞ്ഞു തരണം? ഇനി ആവർത്തിക്കോ? എന്താണ് മാഷെ? എന്റെ മാഷെ എത്ര തവണയായി ഞാൻ വൃത്തിയായിട്ടവർ പറഞ്ഞു കൊടുക്കണം. എന്താണ്? എന്നാലും ആ തുളസി ചെടിയിലെ മൂത്രം ഒഴിക്കുള്ളൂ. ഇവിടുത്തെ പിള്ളേര് ചെയ്യില്ല കാര്യം. തനിക്ക് നാണാവൂലോ? എന്നിട്ടെന്തോ ആ തുളസി ചെടി പാൽമരം പോലെ വളർന്ന് പൂത്തും പന്തലിച്ചിരിക്കല്ലേ? ആ തുളസിയാണ് സുശീല ടീച്ചർ എന്ന് ഓടിച്ച് മുടിയെ വെക്കണം. എന്റെ ദൈവമേ. അല്ല, ഇവനെ മാഷ് ഉപദ്രവിക്കരുത്. എന്ത് പറ്റി? ഇവൻ അടുത്ത അവാർഡ് ജേതാവല്ലേ? മഹാകവി. എവിടെ എഴുതി കൊടുത്തേക്കണില്ലേ? അതൊന്ന് വായിച്ചു നോക്കി. എന്റെ പ്രണയവല്ലരിയിൽ പൂത്ത ചെന്താമരെ, നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ. ഇതെന്താണ്? കവിത. കവിത എന്തിന്? വീക്കിലി കൊടുക്കാൻ. ഒരു വീക്കാൻ വെച്ച് തരുന്നത് കവിത എഴുതാൻ ഞങ്ങളുണ്ട്. മാഷുമാർക്ക് മാത്രമേ കവിത എഴുതാൻ പറ്റുള്ളൂ. പിയൂണുമാർക്ക് കവിത എഴുതിക്കൂടെ? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഒരു കാലത്ത് ഞാൻ എഴുതിയ കവിത നിങ്ങൾ ഇവിടത്തെ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്ന അന്ന് ഞാൻ ഈ ഉത്തരത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നാ മതി. എന്താണ് വല്ലതും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. ഈ സ്കൂളിൽ എന്താ പിള്ളേർ കാണിക്കണെന്ന് അറിയാമോ? എന്ത് കാണിക്കണം? ഞാനിപ്പോ വന്നപ്പോ അവിടെ നാട്ടുകാർ പറഞ്ഞു ഇവിടെ സീർട്ട് വലിയ നടക്കണുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലോ. ഉച്ച ടൈമിൽ ഞാൻ ചെന്ന് അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴല്ല നമ്മുടെ മൂത്രപ്പേരുടെ പുറകെ നിന്ന് പുക ഉയർന്നു പോകുന്നു. തീ പിടിച്ചതല്ല, പുക വലിക്കണത് പിള്ളേര്. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴല്ല 9Cയിൽ 5 പിള്ളേരുണ്ട് അവിടെ. എന്നെ കണ്ടത് സീർട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ തീപ്പെട്ടിണ്ടാന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ 9Cയിലെ വേണുഗോപാലെ അവന്റെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി ഒരു പാക്കറ്റ് വിൽസ് എടുത്താണ് ഇന്നാ മാഷ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മാഷ എന്ത് ചെയ്തു? ഒരു അവനെ പഠിപ്പിക്കണ ഒരു അധ്യാപകനല്ലേ മാഷ. മാഷ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അതിൽ നിന്നൊരു വിൽസ് എടുത്ത് കത്തിച്ചങ്ങോട്ട് വലിച്ച്.
വൃത്തിയാണ് മാഷ കാണിച്ചത്. മാഷെ ഉച്ചയൂണ് കഴിഞ്ഞ ഒരു സിഗരറ്റ് വലിക്കുന്ന ശീലം എനിക്കുണ്ട്. പിള്ളേരെ നേർവഴി കടത്തണ്ട, നമ്മള് ഇങ്ങനെ അവരെ വളഞ്ഞു വഴിക്ക് വിടുന്ന ശരിയല്ല. അല്ല, പുകവലി കേസ് വിട്. വേറെ കേസ് അറിഞ്ഞാ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലെ പെട്ടിക്കടയിൽ കഞ്ചാവ് വിൽപ്പനയുണ്ട് മാഷെ. കഞ്ചാവ് വിൽപ്പന ഞാൻ അറിഞ്ഞത്. പിടിക്കണം, അത് കയ്യോടെ പിടിക്കണം. കഞ്ചാവിനെ 2 പുക അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ല ഉള്ളംകാലം മുതൽ ഉച്ച വരെ അങ്ങോട്ട് പറന്ന് കയറി. ഞാൻ വലിച്ചിട്ടില്ല. എടോ, താനൊരു അധ്യാപകനായി പോയി. എന്റെ ടീച്ചറെ കേൾക്കണം. ഇയാളുടെ കൂടെ ജോലി ചെയ്യണക്കാല്ലേ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോയാണ്. വെറുതെ വൃത്തി കേട്ടവൻ. ഇയാള് രാജിവെച്ച് പോന്നേ. ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ജനലിന്റെ സൈഡിൽ കൂടെ ഒരു 5 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. നോട്ടീസ് ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഒന്ന് വായിച്ചിട്ട് അതിന്റെ മറുപടി തരാനുള്ള ഒരു മനസ്സിലാ. നീ ടീച്ചർമാർക്ക് മാത്രമേ നോട്ടീസ് കൊടുക്കുള്ളൂ, ഞങ്ങൾക്ക് തരികയല്ലേ? ഞാൻ മുളയ്ക്കാത്ത വിത്തുകളിൽ വളമിടാറില്ല. അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം മാഷ മനസ്സിലായോ? പിടികിട്ടില്ല. മലയാളം മാഷല്ലേ? അതെ. എങ്ങനെ സ്കൂൾ നന്നാകാനാണോ? ഇപ്പോഴും ഒന്നും വ്യക്തമായില്ല. വ്യക്തമാകേല. അല്ല മാഷേ, നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് നമ്മളൊരു സെന്റ് ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലേ? പിന്നെ അതിന് നമ്മൾ അധ്യാപകരെല്ലാരും കൂടി പിരിവിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അതൊന്നും നമ്മ തീരുമാനം കൊടുത്തില്ലേ? വലിയൊരു നിലവിളക്ക് മേടിച്ചു കൊടുക്കാന്ന് ഗിഫ്റ്റ് ആയിട്ട്. അതെ, നിലവിളക്കിന്റെ പിരിവൻ ചോദിച്ചു വന്നതിന് എല്ലാവരും കൂടി നിലവിളിക്കണേന്. നിലവിളിച്ചിട്ടെന്താ കാര്യം? എല്ലാ മാസവും നമുക്ക് സർക്കാരിൽ നിന്ന് ശമ്പളം തന്നെ അല്ലേ? അല്ല സൗമ്യ ടീച്ചറെ, അതിന്റെ കാശ് 10-600 കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക്? അല്ല, മാഷിന്റെ പിരിവ് കൊടുത്താ ഇല്ല, ഭാര്യക്ക് 2 അടിപ്പാവടം മേടിക്കണം. മാഷ് പാവാടം മേടിച്ചു കൊടുത്തോ? ഇത് തന്നെയാണ് എല്ലാവർക്കും ചെലവാണ്. അതെ, ഇതൊക്കെ നമ്മുടെ പിള്ളേരെ കണ്ടുപഠിക്കണം. അന്നത്തെ ഉച്ചയൂണ് പിള്ളേരുടെ വകയാണ്. ആ തല ഒന്നിന് 75 രൂപ വെച്ചാണ് പിള്ളേർ പിരിവിടുന്നത്. 75? ഇല ഒന്നിന് 30 രൂപയാണ്. ഞാൻ കാറ്ററിംഗ് വേണുവിനോട് ചോദിച്ചു. ആ ഇനത്തിൽ ഒരു കൊച്ചിന്റെ 45 രൂപ നമുക്ക് കിട്ടും. അല്ല ടീച്ചർ, ഈ 75 രൂപ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഞാൻ പറയട്ടെ, ഒരു റൗണ്ട് ആക്കിയിട്ട് 100 രൂപ വെച്ച് നമുക്ക് പിള്ളേരിൽ നിന്ന് പിരിക്കാം. എന്റെ മാഷെ, 100 രൂപയൊക്കെ മേടിക്കണ കഷ്ടമാണ് കേട്ടോ. പക്ഷെ 100 രൂപ വെച്ച് മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ല, ഈ നിലവിളക്കിന്റെ കാശ് പിള്ളേരിൽ നമുക്ക് ഇടേണ്ട വരില്ല. നമുക്ക് മേടിച്ചാൽ കൊടുക്കാം നമ്മുടെ പേരില്. നല്ല ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പക്ഷെ അതൊരു മോശമല്ലേ? ഒരു മോശവും ഇല്ല. ഞാൻ പറഞ്ഞാണ് അങ്ങോട്ട് കേട്ടാ മതി. എന്താ നോട്ടീസിന്റെ മറുപടി പറഞ്ഞില്ല? അത് എന്താണ് നീ ഹലോ കൊണകൊടാന്ന് പറയാതെ ഉറക്കെ പറ. ഞങ്ങൾ കൂടി ഉടുപ്പുണ്ട്. മറുപടിയേ വായിച്ചില്ല. അത് അതുപോലെ തന്നെ ഇവിടെ നോട്ടീസ് ഒക്കെ വായിക്കാതെ ഞങ്ങള് കണക്കൊക്കെ ചർച്ച ചെയ്യാണ്. കണക്ക് ചർച്ചയാണ്. എന്നാ ആനയെ കൊണ്ടുവന്നതിന്റെ പൈസ എനിക്ക് തരണം. ആനയെ കൊണ്ടുവന്നതിന്റെ കാശ് അമ്പല കമ്മിറ്റിയോട് പോയി ചോദിച്ചു. സ്കൂളിലാണോ ചോദിക്കുന്നത്? താന്നുകൂടാ, അതൊന്നുമല്ല. മുമ്പ് ഈ സ്കൂളിൽ കുട്ടികൾ കുറവായിരുന്നപ്പോ DO ഇൻസ്പെക്ഷൻ വരുമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ കിടന്ന് നട്ടോട്ട് ഓടിയായിരുന്ന. ആ സമയത്ത് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കുട്ടിശങ്കർ എന്നൊരു ആനയെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കെട്ടി. ആ നാട്ടിലുള്ള കുട്ടികളെല്ലാം വന്ന ഈ സ്കൂളിൽ വന്ന് ഈ ആനയെ കണ്ടോണ്ട് നിന്നപ്പോ വന്ന് DO എന്താ വിചാരിച്ച് അതല്ല ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെന്ന്. ഞാൻ അന്ന് അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും ജോലിയും ചെയ്ത് നിലനിന്ന് പോണ്. അന്ന് ഞാൻ ഈ ആനയ്ക്ക് കൊടുത്തതിന്റെ വാടക ഇനത്തിൽ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 2500 രൂപ കൊടുത്തായിരുന്നു. ആ വാടക എനിക്ക് കിട്ടണം. അത് ശരിയാ മാഷ, അത് കൊടുക്കണം. ആവത്തിൽ സഹായിച്ചതാണ്. ഒരു പണി ടീച്ചറെ, സ്കൂളിൽ നിന്ന് പിള്ളേരോട് നമ്മൾ 100 രൂപ വെച്ചല്ലേ സദ്യയുടെ മേടിക്കാൻ, അത് 150 ആക്കാം. അപ്പൊ ഇയാളുടെ കാശ് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാ കാശ് സെറ്റിലായി. എന്താണ് ഇനി എന്താണ്? എനിക്ക് കാശ് തരാണ്ടല്ലോ. എന്ത് കാശ്? കഴിഞ്ഞ വർഷം പിള്ളേരെ ടൂർ കൊണ്ടുപോയാല് തനിക്ക് എന്ത് കാശ് തരാണ്ട്? ഛർദിക്കണ പിള്ളേർക്ക് നാരങ്ങ മേടിച്ചു കൊടുത്ത ഞാനല്ലേ? എത്ര നാരങ്ങ? 1800 രൂപയുടെ നാരങ്ങ മേടിച്ചു. ഇവിടെ താൻ നാരങ്ങ അച്ചാറിടാനാണ് മേടിച്ചത്. അല്ലെങ്കിൽ 5-6 വെച്ച് പിള്ളേർക്ക് കൊടുത്താ ഇതിപ്പോ ഉപകാരം ചെയ്തു ഉപദ്രവം. എന്റെ കാശിന് ഒന്നുമില്ല. എന്തായാലും ഇനി പിള്ളേരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഈ ആഴ്ചത്തെ പിരിവ് 150 അങ്ങോട്ട് ഒതുക്കി പോട്ടെ. ഒരു 2 ആഴ്ച കഴിയുമ്പോ പിള്ളേര് പിരിവിന്റെ കേസ് മറക്കും. അപ്പൊ താൻ തന്റെ ഫോട്ടോ അടിച്ചിട്ട് ഒരു സ്റ്റാമ്പ് അങ്ങോട്ട് ഇറക്കുക. 10 രൂപ വെച്ച് ഒരു പിള്ളേരിന്ന് മേടിച്ചോ. അത് നല്ലൊരു ഐഡിയ ആണ്. എന്റെ സ്റ്റാമ്പ് ഇറക്കി കാശ് മേടിക്കല്. ഐഡിയ പറഞ്ഞു തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം. 10-15 സ്റ്റാമ്പ് മാഷിന് തന്നേക്കാം. മതി, സന്തോഷം. അതെ, ഈ അവർ നമുക്ക് ക്ലാസ്സിലല്ലോ 3 പേർക്കും. എന്നാ നമുക്ക് പടത്തിന് പോയാലോ? മാഷ വെറുതെ ആവശ്യമില്ലാത്ത പണി പറയല്ലേ. നമ്മള് സെന്റ് ഓഫിന് ഒരു നാടകം കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ. അതിന്റെ റിഹേഴ്സൽ നോക്കണ്ടേ? ദൈവമേ, ഇതേവരെ നോക്കിയിട്ടില്ല നമ്മള്. അല്ല മാഷേ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. നാടകം കളിക്കാൻ ഞാൻ ഇല്ല മാഷേ. ടീച്ചറെ വെറുതെ ഈ നേരത്തെ ആവശ്യമില്ലാത്ത കേസ് പറയലട്ടാ. അല്ല, ഞാൻ സൗമ്യ ടീച്ചർ കളിക്കുമല്ലോ. സൗമ്യ ടീച്ചറിനെ കൊണ്ട് കളിപ്പിക്കേ. ഞാനില്ല, എനിക്ക് ഈ പീരീഡ് ക്ലാസ് ഉള്ളതാണ്. സൗമ്യ ടീച്ചർ കളിച്ചാ ശരിയാവില്ല. ടീച്ചറെ ഞാനങ്ങ് പോയേക്കോട്ടെ. മാഷെ, ഞാൻ ഇല്ല മാഷെ. ഈ 2 ദിവസം കൂടെ ഉണ്ടാ. എന്റെ ടീച്ചറെ പ്രേമത്തിന് 10 വയസ്സൊന്നും സാവിത്രിയായിട്ട് ഞാൻ ടീച്ചറാണ് കാണുന്നത്. മാഷ് എന്തൊക്കെയാണ് ഈ പറയണത്? ടീച്ചറെ, മാഷ് എഴുതിയ നാടകമുള്ള പ്രേമത്തിന് 10 വയസ്സെന്ന് പറഞ്ഞ നാടകം, അതാണ് നമ്മൾ കളിക്കാൻ പോണത്. പേരിന് 10 വയസ്സ് ഗുണമില്ലെങ്കിലും നാടകം കുഴപ്പമില്ലാണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ഷൻ ഞാനാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇനി ഒന്നും നോക്കുന്നില്ല. അല്ല മാഷെ, വീട്ടിൽ ഒന്നുമില്ല. ഇതെന്താണ് നമ്മ അധ്യാപകരെല്ലാം കൂടി ഒരു നാടകം കളിച്ചെന്ന് പറഞ്ഞു വീട്ടിലെന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞോളാം വീട്ടില്. ടീച്ചർ വന്നേ. അപ്പൊ ടീച്ചർ കാമുകി, മാഷ് കാമുകി, ഞാൻ വീട്ടില്.
വില്ലന്റെ അന്ന് ലാസ്റ്റ് അറിഞ്ഞോളൂ. ഞാനിപ്പോ ടീച്ചറിന്റെ ഭർത്താവായിട്ട് ഞാൻ വരും. അത് മതി അത് മതി. ഓക്കെ, താനില്ല ഞാൻ ഇല്ല, ഇത് വെറുതെ കാണാൻ. വേലക്കാരന്റെ കുറച്ച് ഞാൻ ഡബിൾ റോൾ ചെയ്തോളാം. അല്ല മാഷേ, അപ്പൊ ഞാൻ കാമുകനായിട്ട് ഓക്കെ അല്ലേ? വെറുതെ ഇങ്ങനെ നിന്നാ മതിയല്ല. നെറ്റത്തെ എഴുതി വെച്ചിട്ടുണ്ട് അസൽ കാമുകനാണെന്ന്. Thank you. ഇനി സംശയമായിട്ട് ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങിക്ക്. 10 പേര് പറയും വായലോകിയാണ്. നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങിക്കോട്ടെ. തുടങ്ങ്. ചേട്ടാ, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ ചേട്ടാ? ഈ നാടകം കളിക്കണതേ തെറ്റാണ്. ആ മാഷേ, ഇന്നത്തെ കേസ് ഇയാള് നാടകത്തിലില്ല, പിന്നെ ഇയാൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വർത്താനം? നിങ്ങൾ നാടകത്തിൽ ശ്രദ്ധിക്ക്. ആ, ഒരു അപരിചിതയായ ഞാനും മാഷും തമ്മിൽ ഇങ്ങനെയൊക്കെ ചുറ്റികയുമായി നടക്കാന്നൊക്കെ പറഞ്ഞ അല്ല പൊളിച്ച് നാശമാക്കിയത്. മാഷെ, ഞാൻ കളിക്കള്ള മാഷെ. ടീച്ചറെ ഡയലോഗ് മറന്നുപോയിട്ടാണ്. അതൊന്ന് ഓർത്ത് അങ്ങോട്ട് പ്രസന്റ് ചെയ്ത ടീച്ചർക്ക് വരും. ശരിക്കും എന്റെ പ്രേമത്തിന് 10 വയസ്സിലെ താങ്കൾ പോയോ? തന്റെ 10 വയസ്സുമായിട്ട് കുറെ നാളായി. 10 വർഷം കൊണ്ടായി ഈ സാധനം എഴുതി വെച്ചേക്കണം. അത് എങ്ങനെയും വെളിച്ചം കാണട്ടെ നിർത്തിയാൽ ഞാൻ ഈ ചെയ്യണത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് 10 പൈസ ടീച്ചറെ നോക്കി ഉഷാറായിട്ട് കാമുകയാണ് ടീച്ചർ. അതൊക്കെ വിട്. കാമുകി. നാടകമേ വിട്. ഒരു വിവാഹിതയായ ഞാൻ അപരിചിതനോടൊപ്പം ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞ സാവിത്രി, ഞാൻ അപരിചിതനാണോ? പെട്ടെന്ന് കാമുവിന് വികാരം ഉണ്ടായിട്ട്. താൻ അപരിചിതനാണ്. ഒരിക്കലും മേത്ത് ടച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. ഇത് നമ്മുടെ ടീച്ചറാണ് കേട്ടോ. മാഷിന്റെ ഡയറക്ഷൻ ചില സമയത്ത് ശരിയാണില്ല. അല്ല, വൃത്തിയുടെ ഞാൻ സമ്മതിക്കൂലേ? അതെവിടെയായാലും പലത്തെ ആൾക്കാർക്ക് ഇഷ്ടം. താൻ വികാരമില്ലാത്ത ഒരു കാമുകനാണ്, അത്രേ ഉള്ളൂ. ആണോ? ആ, അത് മതി, അത് മതി. പുള്ളി വേറെ എന്തൊക്കെ ഉദ്ദേശിച്ച് കിടക്കണ. ഓക്കെ, എന്റെ ഡയലോഗ് പറയാല്ല. ആ പറയും. സാവിത്രി, അഴുക്കുചാലിൽ നിന്ന് അഴുക്കുചാലിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാ ചുമ്മാ വല്ലാത്തൊരു നാറ്റം. ശരിയാ, നല്ല മണമുണ്ട്. എന്താണോ താൻ താനൊന്ന് പുള്ളി എന്തൊക്കെയാണ് കിടന്ന് പറയണത്? പൊളിഞ്ഞ് നാശം. തനിക്കകത്ത് വേറെ പണിയൊന്നുമില്ലേ? പക്ഷെ ഞാൻ സംഭവം കേട്ടിക്കോളാം, കുഴപ്പമില്ല. കേട്ടി വെച്ച് പറയും മാസേ. സാവിത്രി, കരിന്തിരി കത്തുന്ന നിന്റെ ഈ കൽവിളക്കിൽ അല്പം എണ്ണ പകരാൻ ഈ കുട്ടേട്ടനെ നീ അനുവദിക്കില്ലേ കുട്ടി? ആ തിരിയുടെ പുറത്തേക്ക് ഞാനും കുറച്ച് എണ്ണ ഒഴിക്കാടാ. അപ്പൊ നന്നായിട്ട് കത്തിക്കോളൂ. അല്ല, ഇതാരാണിത്? ഭർത്താവാണ്. അയ്യോ, ഭർത്താവ് സരസപ്പൻ പാട്ടാണ്. അയ്യോ മാഷ, അതല്ല ഇതെന്റെ ഒറിജിനൽ ഭർത്താവാണെന്ന്. ആ ടീച്ചറിന്റെ ഭർത്താവാണോ? ഹലോ ടീച്ചർ, ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മാഷിന് മനസ്സിലായില്ല. ആക്ച്വലി ഇത് ഡ്രാമയാണ്. ഞാൻ മാഷാണ്. ഒറ്റടിക്ക് നിന്നെ ഞാൻ കോമയിലാക്കും. മാറി നിൽക്കാം. ആഹാ, ഇത് പറയുന്നത് നീ രാവിലെ കുളിച്ച് കുട്ടപ്പിയായിട്ട് ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാനാണ്? അതാ ഈ യുവന്മാരുമായിട്ട് കിടന്ന് അഴിഞ്ഞാടാനായിട്ടാണ്? ചേട്ടാ, ഇതൊരു അഭിനയമാണെന്ന്. ഈ വർഷങ്ങളായിട്ട് എന്റെ മുമ്പിൽ കിടന്ന് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല. ഇത് ഡ്രാമയാണ്. ശരിക്കും ഇവളുടെ ഭർത്താവാണ് സരസപ്പ മാഷ്. ഞാൻ കാമുകൻ. ഒരേ സമയം 2 പേരെ പുള്ളി സഞ്ചരിപ്പിക്കുന്നു. ആഹാ, അപ്പൊ ഞാനല്ലാണ്ട് നിനക്ക് വേറെ ഭർത്താവും ഉണ്ട്, കൂടെ ഒരു കാമുകനും ഉണ്ടല്ലേ? സത്യം പറയടി, എത്ര പേരുണ്ട് എനിക്ക് ഇന്നറിയണം. എന്നെ തല്ലണ എന്തിനാണ്? തല്ലുവാന്ന് അറിയണ്ടേ നമുക്ക്? എന്താണ് മാഷ? മാഷ് നോക്കി നിൽക്കണം. ചോദിക്ക് മാഷേ, ചോദിക്ക്. ഞാൻ ചോദിച്ചാൽ ശരിയായില്ല. ഞാൻ ചോദിച്ചാൽ ശരി. എന്താണ്? ഞാൻ ആരോടൊന്നും ചോദിക്കാറില്ല. മാഷ് വല്ലോ കണ്ട ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്റ്റാഫ് റൂമിൽ കയറി വന്നിട്ട് നമ്മുടെ ടീച്ചറെയാണ് വന്ന് തല്ലിയിട്ട് പോയത്. ചോദിക്ക് മാഷേ. സരസപ്പൻ മാഷ കലികേറ്റല്ലേ? കലികേറ്റ പ്രാന്തരാണ്, എനിക്കറിയാവുന്നല്ലേ? ഭ്രാന്താവണം. നിങ്ങളൊക്കെ ഒരു ആണാണ്. സരസപ്പൻ മാഷ ചോദിക്കല്ല. ചോദിക്കല്ല, എനിക്കറിയാം. സ്കൂളിൽ ഇത് സംഭവിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കാം. വേണ്ട മാഷെ. ഞാൻ ചോദിക്കും. മാഷിനെ എനിക്കറിയാം, അതുകൊണ്ടാണ്. വേണ്ട മാഷെ. ഞാൻ പറഞ്ഞാണ്. ഇതൊരു വിദ്യാലയമാണ്. ഇവിടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപികയാണ് നിൽക്കുന്നത്. അതെന്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടില്. ആ, ഇനി താൻ തന്റെ ഭാര്യനെ തല്ലരുത്, മനസ്സിലാവട്ടോ? നീട്ടോ കൈ, കഴിഞ്ഞിട്ട് മാഷെ, മാഷെന്താ ചിങ്കാരി വേണം കളിക്കണം? ഇമ്പോസിഷൻ എഴുതിക്കും മാഷെ. 100 പ്രാവശ്യം ഇനി എന്റെ ഭാര്യനെ തല്ലില്ല എന്ന് ഇമ്പോസിഷൻ എഴുതിയിരിക്കണം, മനസ്സിലാവണ്ടോ? ഇനി പറഞ്ഞല്ലോ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായോ? ഇനി ഞാൻ എന്റെ ഭാര്യ തല്ലില്ല മാഷെ. സത്യമായിട്ട് ഞാൻ തല്ലില്ല, പക്ഷെ തന്നെ ഞാൻ തല്ലു. ഇതുകൊണ്ട് തീർന്നെന്ന് നീ കരുതണ്ട. ഞാനിപ്പോ ശശിയാളിന്റെ അടുത്തേക്കാണ് പോണത്. ശശിയാളിയും വന്നാ നിനക്കറിയാല്ല, ഇവിടെ മൊത്തം ഇടിച്ച് നിരപ്പാക്കും. കാമുക കള്ളന്മാരെ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാക്കിട്ട് പോരെ. ഇയാള് നാടകത്തെ വില്ലനാക്കാൻ. എനിക്ക് വയ്യ മാഷ, ഇതുകൊണ്ട് തന്നെ ഞാൻ നാടകം കളിക്കണില്ല എന്ന് പറഞ്ഞത്. ആ പാവം സരസ മാഷിട്ടും കിട്ടിയില്ല. മാഷ എന്തിനാ ഇതിന്റെ ഇടയിൽ വന്ന് തല്ലുകൊള്ളാൻ പോയത്? ടീച്ചറെ, ടീച്ചർക്ക് അറിയാമോ, ഇതുവരെ ഒരു ഈർക്കിലെടുത്ത് വരെ എന്റെ അച്ഛൻ എന്നെ അടിച്ചിട്ടില്ല. എന്നിട്ടാണ് അയാള് എങ്ങാട്ടൊന്നും വന്ന അയാൾ എന്റെ കരണത്തിട്ട് അടിച്ചത്. പകരം ഞാൻ ചോദിച്ചിരിക്കും. കാരണം ഞങ്ങളൊക്കെ പേര് കേട്ട തറവാട്ടുകാരാണ്. ഏതറവാടാ മാഷെ? അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നന്നായല്ലേ, തറവാടിന് ചീത്തപ്പേരായെന്ന്. മാഷ് ഇനി ഒരു പ്രശ്നത്തിന് പോവല്ലേ? നിങ്ങൾ ഇങ്ങനെ പ്രകോപിക്കില്ല. മാഷ് അവിടെ ഇരുന്നോട്ടാ. ഇതെങ്ങനെ വിട്ടപ്പോ മാഷ്
എന്റെ മാഷേ, സ്കൂളാണ്. എന്നെ വിടാൻ പോവണ്ട മാഷേ, തോൽക്കണ്ട. എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോയിക്കൂടെ? ഇതെന്ത് കഷ്ടമാണ് നോക്ക്. ഒറ്റയടിക്ക് മൂത്രം ഒഴിച്ച് പോയി ബാലൻസ് കൊണ്ട് കളയാൻ പോയാണ്. ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആണോ? ദേ മാഷെ, ചേട്ടൻ പോയേക്കണ ആരെ വിളിക്കാനാന്നറിയോ? ആരെ വിളിക്കാൻ? അങ്ങേരുടെ അളിയനെ വിളിക്കാനാ. അങ്ങേരാണെങ്കിൽ ഭയങ്കര റൗഡിയാണ്, രണ്ടുമൂന്ന് പേരെ കൊന്നിട്ടുണ്ട്. അയാൾ വരുമോ ഇങ്ങോട്ട്? മാഷെ, ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ പോവാനാ? അല്ല, അയാൾ എപ്പോ വരും? ഏ? അയാൾ എപ്പോ വരും? എന്തിനാ? എനിക്ക് ലീവ് എടുക്കാൻ വേണ്ടി പെങ്ങടെ അനിയത്തിയുടെ കല്യാണമാണ്. അതാണ്. എന്താണ് അതനുസരിച്ച് കല്യാണം ഉണ്ടാക്കിയെടുത്തല്ലേ? ആണോ? ശരി, ഒന്ന് കട്ട് ചെയ്യും മാഷെ. എന്തേ? മാഷെ, ഇവിടെ ഭർത്താവേ, ടീച്ചർ ഭർത്താവ് അളിയനെ വിളിക്കാനായിട്ട് പോയേക്കണ്. ഞാനും എന്റെ അളിയനെ വിളിക്കാൻ പോയിരുന്നാണ്. മാഷിന്റെ അളിയനെ വിളിച്ചിട്ട് കാര്യമില്ല, അയാൾ ഭയങ്കര ഗുണ്ടേണ്. എന്റെ അളിയനും പേര് കേട്ട കുണ്ടാണ്, വെറും തറയണം, തറ കച്ചറ. മാഷെ വേണ്ട മാഷെ, അളിയന്റെ ഒപ്പം പിടിച്ചേക്കാൻ പറ്റൂല. ആര് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന്? എന്റെ അളിയന്റെ പേരെന്താന്നറിയാമോ? എന്താ പേര്? മോർച്ചറി കരുണൻ. അതെന്താ? ഒരാളെ വെട്ടിക്കൊന്നിട്ട് മോർച്ചറി കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് പകതിരാത്ത മോർച്ചറി കയറി വെട്ടിയ ആളാണ് എന്റെ അളിയൻ. പക്ഷേ ഇതൊരു സ്കൂളാണ്, വെറുതെ എന്ത് സ്കൂള്? അതെ, ഹലോ, ഇതൊരു ഓഫീസ് റൂമാണ്, ഒരു സ്റ്റാഫ് റൂമാണ്. ഇത് എന്താ എങ്ങോട്ട് കയറി പോണത്? മാറിക്കടാ, മാറിക്കടാ. എന്റെ അടുത്ത് മാറിക്കണത്. ഇത് ആരാണ്? കരുണൻ, ഏത് കരുണൻ? മോർച്ചറി കരുണൻ. കേട്ടോ, അത് അതായത് സംഭവം എന്ന് വെച്ചാ വിദ്യാഭ്യാസം വിവരമില്ല. മുട്ട കിട്ടുവാടാ. പിന്നെ ഇപ്പൊ കിട്ടത്തില്ല, അത് ഈ പരീക്ഷ സമയത്ത് വരണം. പിള്ളേരുടെ കംപ്ലീറ്റ് മുട്ടയും കൊണ്ടുപോവാ. ആ മുട്ടയല്ല, കോഴിമുട്ട കിട്ടുവാന്ന്. കോഴിമുട്ട എന്റെ വീട്ടിലെ കോഴി മുട്ട ഇടുവായിരുന്നു, ഇപ്പൊ എന്താന്ന് അറിയില്ല. നീ കടയിൽ പോയി 5 കോഴിമുട്ട മേടിച്ചോണ്ട് പോവാ. കോഴിമുട്ട മാത്രമല്ല, ഒരു ഷോടെ, അത് കല്ല് വെച്ച ഷോട വേണം. എന്നിട്ട് ഓഫീസ് റൂമിൽ ഇരുന്ന് വെള്ളം അടിക്കാൻ പോവാണ് ഈ പുള്ളി. ഈടോ വെള്ളം അടിക്കാനല്ല, അതാണ് എന്റെ അളിയന്റെ ശൈലി. അളിയൻ ഒരാളെ തല്ലി കഴിഞ്ഞാലല്ല 5 പച്ചമുട്ട ഒറ്റയടിക്ക് കുടിച്ചിട്ട് അതിന്റെ മീതെ സോഡയും കുടിച്ചിട്ട് 5 കിലോമീറ്റർ ഓടും പുള്ളി. മറവത്തൂർ കനവ് സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയാണ് പരിപാടി. ആ. ആഹാ. സിനിമ സ്റ്റൈലാ. അപ്പൊ ഈ തോമ ചെയ്യണ പോലെ സ്ഫടികത്തില് ഈ മുണ്ടൂരി അടിക്കും. പിന്നല്ലാതെ ഏ? അളിയാ, എന്താളിയാ? അളിയന്റെ മുണ്ടു പറിച്ചടി ഇവർക്ക് കണ്ടാ കൊള്ളാന്നുണ്ടെന്ന്. ഓ, അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതെന്താ അളിയാ? ധൃതി പിടിച്ചല്ലേ ഇങ്ങോട്ട് പോകുന്നത്? അതിന് ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ല. അതെ, ഇങ്ങനെ കിടന്ന് വലിച്ചു കീറല്ലേ? ആ. ഇയാള് ശരിക്കും തല്ലുവാ. തല്ലുന്നോ? എടോ, തനിക്കറിയാമോ ഒരു ദിവസം ആരെയും തല്ലാൻ കിട്ടാണ്ട് കിടന്നുറങ്ങിയിരുന്ന അച്ഛനെ തല്ലി ആശുപത്രി കൊണ്ടുപോയിട്ട ആളാണ് എന്റെ അളിയൻ. വഴി നടക്കും എന്തായാലും. കുറച്ച് നാളായി കയ്യും കലക്കും നനക്കിയിട്ട്. എവിടെയെങ്കിലും കെട്ടിയിട്ടേക്കായിരുന്ന പുള്ളിനെ? ഇവനൊക്കെ ഏതാണ് തല്ലാൻ ആളെ കിട്ടിട്ട് ഒരുപാട് കാലമായിന്ന്. ആ, മാഷെ, ഇത് ഇവിടെ വെച്ച് നിർത്തും മാഷെ, ഇയാളോട് പൊയ്ക്കോളാൻ പറ. ടീച്ചറെ രണ്ടാലൊന്നും അറിഞ്ഞിട്ട് പേര് കേട്ട തറവാടിനാണ് കരണത്തടിച്ചത്. മറക്കൂല ഞാൻ. അതെ, ഒരു പരിചയമില്ലാത്ത ഒരാൾ അവിടെ നിന്ന് പറഞ്ഞിട്ടല്ലോ. ഇതാണത്. അയ്യോ, അന്നാ അത് അളിയൻ തന്നെ ആയിരിക്കും. പക്ഷെ ടീച്ചറുടെ ഭർത്താവ് കൂടില്ലല്ലോ. അയ്യോ, അളിയൻ ഒറ്റയ്ക്ക് വരാറില്ല തല്ലാനായിട്ട്. ആ, ഒറ്റക്കാണ് തല്ലണത്. അളിയാ, എന്താളിയാ? നമ്മള് പ്രതീക്ഷിച്ച ആള് വന്നിട്ട് ഇനിയൊന്നും നോക്കിക്കരുത്, ഓടിച്ചിട്ട് തല്ലിക്കൊള്ളാം. ഓടിക്കളയല്ല ഓടിക്കളയണതല്ലടിയാ. ഇങ്ങട് ഈ വാ. തല്ലും മുമ്പ് എനിക്കൊരു എക്സർസൈസ് ഉണ്ട്, അത് കാണിച്ചതാണ്. ഒരു ആംബുലൻസ്, ഒരു ശവപ്പെട്ടി പെട്ടെന്ന് ഓർഡർ ചെയ്തു. ആംബുലൻസ് ആ പറഞ്ഞ പുള്ളിക്ക് ശവപ്പെട്ടി ഇദ്ദേഹത്തിനാണോ? താൻ എന്തൊക്കെ പറയണത്? എടോ, തല്ലാൻ വരുന്നവനെ ഞാൻ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി പൂ പറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരാം. ഇടണം. ഞങ്ങൾക്ക് അത് കാണണം. നിങ്ങൾ കാണിച്ചു തരും, പക്ഷെ നിങ്ങൾ ഇത് കണ്ടോളാം. പൂ പറിക്കുന്ന ലാഘവത്തോടി നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരാം. മതി. അളിയാ, എന്താ ആളിവിടെ എത്തിക്കഴിഞ്ഞു. ആ, പതുക്കെ കൈകാര്യം ചെയ്തോളാം. ഓ. സ്കൂൾ റൂമാണ്, അതെ. ഞങ്ങൾ മാറി നിന്നേക്കാം. അതെ. ടീച്ചറെ, ഇന്ന് പലതും സംഭവിക്കും. എന്റെ കാരണത്ത് അയാൾ തന്നെയാ. ഹലോ മിസ്റ്റർ സരസപ്പൻ. സരസപ്പൻ നിന്റെ അപ്പൻ? അയ്യ, എന്റെ അപ്പൻ പങ്കജാക്ഷനാണ്. ഞാൻ ഈ സ്കൂളിലെ സരസപ്പനെ കുറിച്ചാണ് ചോദിച്ചത്. സരസപ്പൻ മാഷ്. സരസപ്പൻ മാഷ്. ആ, അപ്പൊ സരസപ്പൻ മാഷിനെ അന്വേഷിച്ച് വന്നതാണല്ലേ? അതെ. ഈ കരുണന്റെ ഒരു കൈക്കില്ലല്ലോടാ നീ. എന്താണാവോ കാര്യം? മാഷിനൊന്ന് കാണണം. ഓ, കാണണം. അതെ. അതിനെന്താടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാണ്. നോക്കി നിൽക്കുന്നവരെ വേഷം കിട്ടണം. അയ്യോ, എടോ, ചെയ്യുമ്പോ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലടോ. തന്റെ പേരെന്താണ്? കരുണൻ, മോർച്ചറി കരുണൻ. അതിന് തന്നെ നേരെ മോർച്ചറി പോയി കിടന്നാ മതി. തന്റെ എല്ലും പാർട്സൊക്കെ ഞാൻ വേർതിരിച്ച് വെച്ചിട്ടാ. കളരിയാണല്ലേ? 18 വർഷമായിട്ട് കളരിയാണ്. ഫസ്റ്റ് അടി ബക്രീറ്റ് കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി. അയ്യോ, അയ്യോ, അളിയന്റെ കരച്ചിലാണല്ലോ കേൾക്കണത്, ചത്തടത്തല്ല കരച്ചിലേക്കണത്. വന്നേ. പൂ പറിക്കുന്ന പോലെ പറിക്കുന്നവരുടെ കപ്പ പറിക്കണ പോലെ പറിച്ചിട്ടേക്കണ കണ്ടില്ലേ? എന്ത് പറ്റി? ആരാടോ? അതെ, ഞാനിവിടെ പുതുതായിട്ട് ചാർജ് എടുത്ത ഡിഒ ആണ്. അത് സാരമില്ല. ഡിഒ. അതെ, നിങ്ങൾക്ക് ഈ സ്കൂൾ അധ്യാപകരാണ്. അതെ. എന്നിട്ട് ഈ പരിസരത്ത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി. അതിന് പിള്ളേരെല്ലാം പുറത്തായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ ചായ കുടിച്ച ക്ലാസ് ഞങ്ങൾ തന്നെ എടുത്തു വെക്കാം. അത് ശരി. നിങ്ങളിൽ ആരാണ് ഈ സരസപ്പൻ മാഷ്? ഇതാണ്. ഈ പുള്ളിയാണ്. നിങ്ങൾ ഇങ്ങനെ പൊട്ടം കളിക്കാണ്ട് പറ, ആരാ മാഷാണ്?
ആണോ? കൺഗ്രാചുലേഷൻ. ഞാൻ കൈ തരൂല, കാര്യം പറ. കൈതായോ? കാര്യം പറ. മിസ്റ്റർ സർസപ്പൻ മാസ്റ്റർ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ ലോട്ടറിക്കാരനല്ല, എന്നിട്ട് പറഞ്ഞ ഡിഒ ആണെന്ന്. ഞാൻ ഡി ആണ്. സർസപ്പൻ മാസ്റ്റർ ഒരു ഭാഗ്യം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഭാഗ്യം? അതായത് ഈ ആഴ്ച ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ റിട്ടയർ ആയി പോവാണല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന് പകരം ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ചാർജ് എടുക്കേണ്ടത് സർസപ്പൻ മാസ്റ്റർ ആണെന്ന്. ഒരു കയ്യം നേരത്തെ വേസ്റ്റ് ആയി പോയതാ. താങ്ക് യു സാർ. ഈ ഒരു സന്തോഷകാര്യം പറയാൻ വേണ്ടി വന്നാണ് ഞാൻ. അപ്പോൾ ഈ കിടക്കുന്ന ആള് എന്നോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ പഴയ കളരിയാണല്ലോ. ആ കളരിയാണ്. ഞാൻ ഒന്നും നോക്കി ഇടിച്ച് നിർപ്പിച്ചളന്ന്. അല്ല, നിങ്ങൾക്ക് അറിയുന്ന ആളാണത്. പിന്നെ ഒരു പരിചയമില്ല, ഏതോ വഴിപോക്കം വന്ന് കിടക്കണാണ്. അളിയ ഒരു പോക്കറ്റ് പറഞ്ഞിട്ടാ, ഇതെന്റെ അളിയനാണ്. മര്യാദക്ക് വീട്ടിൽ മടൽ വെട്ടിക്കൊണ്ടിരുന്ന് എന്നെ വിളിച്ച് തല്ലാനായിട്ട്. നിങ്ങളെ തല്ലാനേ ഇയാളെ എന്നോട് പറഞ്ഞത്. മിസ്റ്റർ സർസപ്പൻ, എന്നെ തല്ലാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഒരു തെറ്റുമില്ല. സാറിന് വെച്ചതല്ലേ ഈ കൊട്ടേഷൻ. കൊട്ടേഷനാ? അല്ല, വേറൊരു പാർട്ടിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സാറിന്റെ ഇടയിൽ വന്ന് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു നൈസ് കൊട്ടേഷൻ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സ്കൂളാണ് അതോ കൊട്ടേഷൻ കേന്ദ്രമാണോ? ഇത് ശരിക്കും സ്കൂള് തന്നെയാണ്. പക്ഷെ പിന്നെ രാത്രി കാലങ്ങളിൽ എന്റെ നേതൃത്വത്തിൽ ചെറിയൊരു അല്ലറ കൊട്ടേഷൻ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഓഹോ, അപ്പൊ സ്കൂളുകളിൽ കൊട്ടേഷൻ കൊണ്ടുവന്നു. നിങ്ങളെ 3 മാസം ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സാറേ, അങ്ങനെ പറയല്ലേ സാറേ. ഒന്നുമില്ല. നല്ല കാര്യം. ഇവിടുത്തെ അധ്യാപകർ നിങ്ങളാണെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ കാര്യം പിന്നെ പറയാനുണ്ടാ? ഒന്നും പറയട്ടാ, എല്ലാം കള്ളും കഞ്ചാവും ഒക്കെ 9 പഠിക്കുന്ന പിള്ളേരൊക്കെ സിഗരറ്റ് വലിച്ചിട്ടേ എന്റെയൊക്കെ മോചിത എന്നും പറഞ്ഞു ഊതണത്. ആണോ? അപ്പൊ നിങ്ങളാരെ ഇവിടുത്തെ കണക്ക് മാഷ. അത് ശരി. അപ്പൊ സ്കൂളിൽ കള്ളും കഞ്ചാവും സപ്ലൈ ചെയ്യാം. നിങ്ങളെ 3 മാസത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. സാറേ, എന്തായാലും സാറ് ഞങ്ങള് സസ്പെൻഷനൊക്കെ തന്നു. സന്തോഷമായി. വേറെ കുഴപ്പമൊന്നുമില്ല. സാറ് പഴയ കളരിയാണെന്നല്ലേ പറഞ്ഞു? 18 വർഷമായിട്ട് കളരിയാണ്. എന്റെ അളിയനെ കൊണ്ട് ഒരു കാര്യം നടക്കൂല. നമുക്ക് ഒരാളെ തല്ലാൻ പോയാലോ? ചെറിയൊരു കൊട്ടേഷൻ. യു ആർ ഡിസ്മിസ്ഡ്. സാറേ, അതിഥികളെ സ്വീകരിക്കാനുള്ള സമയമായി. ഏറ്റവും പുതിയ ചിത്രമായ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം പങ്കുചേരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പ്രയാഗ മാർട്ടിൻ, ലിജോ മോൾ, ബിബിൻ ജോർജ്. മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായ നക്ഷത്ര കാവിൽ മിന്നാമെടാ. നീ കണ്ടാൽ പാടി നിൻ കയ്യിൽ തുപ്പാക്കി. നീ കണ്ടാൽ പാടി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി. കോട്ട് സൂട്ട് പുത്തൻ കൂട്ട് വീട്, പിന്നെ ഫോറിൻകാര് വേണം, പിന്നെ പോലീസ് എസ്കോർട്ട്. മച്ചാനെ തപ്പടിക്കട പകിലടിക്കട നീ അടിറാസാറ്റേ ആസപ്പെട്ടൊരു ശോകമറ്റിയട്. മിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായ നക്ഷത്ര കാവിൽ നിന്നാമേട. മച്ചാനെ തകിട 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 ദേ റാസാറ്റേ ദന്തനകന ദന്തനകന ദേ. മച്ചാനെ തകിട 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 ദേ റാസാറ്റേ ദന്തകന 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 തിരകടോം 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 ദേ. മച്ചാനെ തകിട 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 ദേ റാസാറ്റേ ദന്തനകന ദന്തനകന. ഹലോ. മച്ചാനെ ഹായ് 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 ഹായ്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ 4 പേര് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ? എന്താണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ? കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ കട്ടപ്പനയിലെ സാധാരണക്കാരനായ ഒരു നിഷ്കളങ്കനായ ഒരു ഗ്രാമീണ യുവാവിന്റെ മോഹങ്ങളൊക്കെ ആൾക്ക് ഹൃതിക് റോഷൻ എന്ന് പേരുണ്ടാവോ? അതെങ്ങനെയാ പേര് വന്നതെന്ന് പടം കാണുമ്പോൾ അറിയാം. അതാണ്, എല്ലാരും പോയി പടം കാണണം തിയേറ്ററിൽ പോയിട്ട്. ഹൃതിക് റോഷന്റെ 2 നായികമാരാണ് ഈ നിൽക്കുന്നത്. ആരൊക്കെയാണ്? ഐശ്വര്യ റായ് ആൻഡ് പ്രിയങ്ക ചോപ്ര. എന്തൊക്കെയുണ്ട് കട്ടപ്പനയിലെ വിശേഷങ്ങൾ? വളരെ സന്തോഷമുണ്ട് ഈ സ്റ്റേജിൽ വീണ്ടും വന്ന് നിൽക്കാൻ. അതും ഇപ്രാവശ്യം കട്ടപ്പനയിലെ ഹൃതിക് റോഷന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ. ടു സ്റ്റാർട്ട് ഓഫ്, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാമായ നാദിർഷിക്കയുടെ സംവിധാനത്തിലുള്ള സിനിമയാണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. അതുകൂടാതെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ 2 പേരാണ് എൻ്റെ റൈറ്റ് ലെഫ്റ്റും ഉള്ളത്, ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്താ ക്യാരക്ടറിന്റെ പേരെന്താ? ആൻ മരിയ ആൻഡ് കനി. കനിയാണ്. കനിന്റെ ക്യാരക്ടർ എന്താണ് ഇതിൽ? എൻ്റെ ക്യാരക്ടർ ഗ്രാമീണ പെൺകുട്ടിയാണ്. ലോകം എന്ന് പറയുന്നത് തന്നെ, അവളുടെ ലോകം എന്ന് പറയുന്നത് വീട് പ്ലസ് ഹീറോ. ഹൃതിക് റോഷന്റെ 2 നായികമാരാണ്. വളരെയധികം സൗന്ദര്യവതികളായിട്ടുള്ള 2 നായികമാരിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്?
അതിലെന്തോ ഒരു ധ്വനിയുണ്ടല്ലോ, ഞാൻ ലോക തോൽവിയാർന്നുള്ള. ഒരിക്കലുമില്ല. ഇത്രയും നല്ല 2 നായികമാരെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഋതിക് റോഷന് വളരെയധികം കഴിവുകൾ ഉണ്ടായിരിക്കണല്ലോ. ഞങ്ങൾ തന്നെയുള്ള എഴുതണം, അപ്പൊ അത് കാരണം 2 3 കഥ എഴുതി വെക്കാല്ലോ ധൈര്യമായിട്ട്. വെറുതെ അങ്ങനെ എഴുതി വെക്കാണോ അപ്പൊ? ഇല്ല, കഥയിൽ വളരെ കുഴപ്പമില്ല. എന്താണെങ്കിലും സെറ്റിൽ 2 പേരുണ്ടല്ലോ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണു? സെറ്റില് നമുക്ക് ഓ, താങ്കളുമുണ്ട്. അൻസിപ്പോ കുറെ ചോദ്യങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചില്ലേ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഓഗസ്റ്റ് 2 കറക്റ്റ് ആയിട്ട് എവിടെയായിരുന്നു? പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയതാണ്. ഇപ്പോഴും മാറ്റമില്ല കേട്ടോ. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തേക്കണ തന്നെ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയവും ടെൻഷനും ആപത്തിൽ പെടുത്തുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓ ആയിക്കോട്ടെ. 2 പേരും കൂടെ എഴുതിയ സിനിമയാണിത്, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? അല്ല, അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഞങ്ങൾ 2 പേരും കൂടി ചെയ്യുന്ന പടമാണ്. നാദർഷയ്ക്ക് സംവിധാനം ചെയ്യുന്നു. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപേട്ടനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അമർ അക്ബർ അന്തോണിയുടെ തന്നെ പ്രൊഡ്യൂസറായ ഡോക്ടർ സക്രിയ തോമസുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. പിന്നെ കൂടുതൽ പറയാനാണെങ്കിൽ അമർ അക്ബർ അന്തോണി പോലെ, കാരണം ഇരുകൈ നീട്ടി സ്വീകരിച്ചാണ് പ്രേക്ഷകർ. അതേപോലെ തന്നെ വലിയ താരങ്ങളില്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിലെ ചെറിയ ചെറിയ തമാശകൾ, ചെറിയ ചെറിയ സങ്കടങ്ങൾ, എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടിണക്കി എന്താ പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അമർ അക്ബർ അന്തോണിക്ക് എന്ന അതേ സ്നേഹം പ്രോത്സാഹനം ഇതിനും തന്നെയെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിലെ മറ്റു താരങ്ങൾ? സിജു വിൽസൺ ഉണ്ട്, നമ്മുടെ ഹാപ്പി വെഡിങ്ങിലെ നായകനായിരുന്നു സിജു വിൽസൺ ഉണ്ട്. പിന്നെ സലിംകുമാർ ഏട്ടൻ ത്രൂ ഔട്ട് നമ്മൾ പണ്ട് സലിംകുമാർ ഏട്ടൻ ചെയ്തിരുന്ന പോലെ നമ്മളെ ഏറ്റവും ഫുള്ള് ചിരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ത്രൂ ഔട്ട് തിരിച്ചുവരവായിരിക്കും ഈ സിനിമ, അത് ഞങ്ങൾ ഉറപ്പ് വരികയാണ്. അത് പുള്ളി ബ്ലാസ്റ്റ് ചെയ്തേക്കണം മൊത്തത്തിൽ. പിന്നെ ധർമ്മേട്ടൻ ധർമ്മജമ്പോൾ കാട്ടി ത്രൂ ഔട്ട് നമ്മളെ പടം ടോട്ടൽ അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയണത്. അയ്യോ, പക്ഷേ ഈ പാട്ടിന് സാറന്ന് ഹിന്ദി സിനിമയിൽ ചെയ്ത അത്രയും ഭംഗിയായിട്ട് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. എന്നാലും അതിൻ്റെ 4% ഞാൻ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, അതിപ്പോൾ ഹിന്ദിയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കിയെടുക്കും. അത് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുഖത്തൊന്ന് കൈയെടുക്കും. ഇത് കൊള്ളത്തില്ലെന്നാണെങ്കിൽ അതും ഹിന്ദി പറഞ്ഞോ കുഴപ്പമില്ല, ഞാൻ ഇതുപോലെ കൈ പിടിച്ച് ഞാൻ ഈ പാട്ടിന് തിരിച്ചങ്ങ് പോകണം, ഒരു മനുഷ്യൻ അറിയില്ല. അങ്ങനെ പോകണമായിരിക്കും നല്ലത്. അല്ലല്ല, അങ്ങനെ പറയല്ലേ. കാരണം ഇപ്പോൾ ഞാനിത് തപ്പിത്തറിഞ്ഞ എവിടെയെങ്കിലും വീണാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ നഷ്ടമാകും, അത്രേ ഉള്ളൂ. അത് പറ, നന്നായിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം? ചലോ ബായ്, ഓ പൊക്കോളാൻ. അല്ല അങ്ങനെ പറയില്ല, അയ്യോ ഞാൻ പറഞ്ഞില്ല. ഒന്ന് പറ, നന്നായിട്ടുണ്ടെന്ന് പറ. നന്നായിട്ട് സൂപ്പർ കലക്കി. എനിക്ക് സന്തോഷമായി, കാരണം താങ്കളുടെ വായുന്നത് കേട്ടല്ലോ, എനിക്ക് അത് മതി. അത് അപ്പോഴത്തേനെ പോയോ? എന്നോട് 2 ഹിന്ദി വാക്ക് പറഞ്ഞിട്ട് പോയി. വിളിക്ക ആളിനെ ഒന്ന് വിളി, ഞാൻ കാണട്ടെ. റോഷനെ വിളി. ഏത് റോഷൻ? ഋതിക് റോഷനെ വിളി. അയ്യേതെന്തോ ഋതിക് റോഷനെ വിളി. ഋതിക് റോഷൻ അല്ലേ നിക്കണേ? ഋതിക് റോഷൻ എന്ത് എന്റെ ഇക്ക ഋതിക് റോഷനാണ് നിക്കണേ. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. അയ്യോ ഇക്ക ഇത് ഋതിക് റോഷനാണ്. ഋതിക് റോഷൻ നോക്കിയ. അയ്യോ 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 ഋതിക് റോഷൻ. അത് ഇടയ്ക്ക് ഇങ്ങനെ പ്രയാഗ മുസ്തഫാക്ക് ഇടയ്ക്ക് ഇങ്ങനെ നൊസിന്റെ ഇത്തിരി കൂടുതലാണല്ലോ. പൊന്നെ ഞാൻ നോക്കലേ, ഞാൻ ചിരിക്കുന്നേ. അയ്യോ നോക്കല്ലേ ഞാൻ ചിരിക്കുന്നേ. ആരെയാ ചോദിക്കണേ? അത് ഋതിക് റോഷന്റെ കാര്യം ഞാൻ ചോദിക്കണേ. അതന്നെയാണ് പറഞ്ഞത്, ഇതാണ് ഋതിക് റോഷൻ. റേഷൻ വാങ്ങിക്കാൻ കാത്തില്ലാത്ത ഈ ചെറുക്കനാണ് ഋതിക് റോഷൻ. എന്റെ പൊന്ന് ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ. പൊന്നിയാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. എടാ ഇന്നലെ വരെ ഇല്ലാത്ത പൊന്നിയാട്ട ഒന്നും ഇപ്പൊ വേണ്ട. ഞാൻ ഈ ഇന്നലെ രാത്രി വരെ 12 മണിയാകുമ്പോൾ ഈ കൊച്ചിന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, സ്മൈലി കളിക്കും, ഐ ലവ് യു, എവിടെ ഡിയർ, അതൊക്കെ അയക്കും. അപ്പോഴൊന്നും ഒരു പൊന്നിയേട്ടായും ഇല്ല. ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടപ്പോ ഒരു പൊന്നിയേട്ട. അതെന്ത് പൊന്നിയേട്ട?
അങ്ങനെയുള്ള പരിവൊന്നും വേണ്ട. അത് ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ പൊന്നിയേട്ടാ? അല്ല പിന്നെ എവിടെ നിന്ന് അറിഞ്ഞല്ലോ ഒരു ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വോയിസ് മെസ്സേജ് വരും. ഇത് അടുപ്പിച്ചടുപ്പിച്ച് 10 എണ്ണം വരും. അത് എനിക്ക് അറിഞ്ഞിട്ട് എന്താ ഈ പ്രശ്നം? ഇതിന്റെ ഉത്തരം ഞാൻ പിന്നൊരു വേളയിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ആ പിന്നൊരു വേളയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, കാത്തിരുന്നോളൂ. ഐ വെയിറ്റ് ഫോർ യു. പിന്നെ പിന്നെ ഞാൻ ഇത് എവിടുത്തെന്ന് പറഞ്ഞ ഋത്തിക് റോഷൻ? ഇത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. പരിചയപ്പെടണ്ട എല്ലാവരും. അല്ല പരിചയപ്പെടാം. ഞാൻ പറയാം, ഇത് കുഞ്ഞ് ആരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് എവിടുത്തെ കട്ടപ്പനക്കാരാണോ ഈ പറയുന്നത് അവിടുത്തെ ഋത്തിക് റോഷനാന്ന്? ആരാ പറഞ്ഞത്? ഇത് നമ്മുടെ സംവിധായകൻ നാദർഷൊക്കെ പറ്റിച്ചതാ. പുള്ളി കട്ടപ്പനയിലുള്ള ആളാണോ പുള്ളി? അതായിരിക്കും സംഭവം. ഇതിപ്പോ വേറെ കാര്യം നിങ്ങൾ ആലോചിച്ചു. എനിക്കിപ്പോ കട്ടപ്പന ചെല്ലാൻ പോയി കണക്കിന്. കാരണം പുള്ളി അവിടുത്തെ ഋത്തിക് റോഷൻ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നിറങ്ങിയ നാട്ടുകാർ പറയുന്നത് ദേ കട്ടപ്പനയിലെ മമ്മൂട്ടി. കാരണം പുള്ളി ഋത്തിക്കാണെങ്കിൽ ഞാൻ മമ്മൂട്ടി. ഓക്കെ അല്ലേ? അല്ലേ അളിയാ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു? ഇത് സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. സിനിമ? അതെ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയുടെ ആൾക്കാർ. അതില് നായകനാണ് ഈ നിക്കണത്. ഒന്ന് പരിചയപ്പെടുത്തുന്ന ഇത് നമ്മൾ അറിയുന്ന. അതിലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണനാണിത്. ഓക്കെ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിലെ അഭിനേതാവുമാണ് ബിബിൻ ജോർജ്. പിന്നെ ഈ ആളറിയോ? ലിജോ മോൾ. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? എവിടെയോ. ആർട്ടിസ്റ്റ് ബേബി. ആർട്ടിസ്റ്റ് ബേബിയുടെ മോള്. എനിക്കറിയാം. ഞാൻ സംഭവം മറ്റേ പപ്പി നിന്നോണ്ടിരിക്കുമ്പോ നമ്മുടെ ചേർക്ക് അതല്ലേ? എനിക്കറിയാം. നമ്മുടെ മോള് മുത്തല്ലേ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു. മുത്ത് തന്നെ. പിന്നെ ഇനി പരിചയപ്പെടാൻ ഒരാളും കൂടെ. ആരും? പ്രയാഗ മാർട്ടിൻ. എന്തൊരു വർത്താനം മോള് ഈ അൻസിബ മോള് പറയുന്നത്? കാരണം ഉണ്ണിയെ പരിചയപ്പെടുത്തി, ആ മോളെ പരിചയപ്പെടുത്തി, വിപിനെ പരിചയപ്പെടുത്തി. ആ കുഞ്ഞിന്റെ പേര് പറയുമ്പോ എന്തോ ഇത്ര പ്രയാസം? അതിനകത്ത് പ്രയാസം വിചാരിക്കില്ലേ? പ്രയാസമല്ല, പിന്നെ പ്രയാഗ മാർട്ടിൻ. പ്രയാഗ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ സെക്യൂരിറ്റി പണിയാണല്ലോ. സാരമില്ല ചേട്ടാ, മെസ്സേജ് അയക്കാൻ മാത്രം ചേട്ടന് ഒരു പ്രയാസം ഇല്ലല്ലേ? അത് കുഴപ്പമില്ലാതെ അപ്പൊ സിനിമാക്കാരാണല്ലേ? അപ്പൊ സിനിമാക്കാർ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് ഞാൻ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. അപ്പൊ കൊള്ള സംഭവം അടിപൊളിയായിരിക്കും. അത് വേറെ നിങ്ങളൊക്കെ എനിക്ക് അറിയാത്ത സംഭവം. സിനിമാക്കാരായതുകൊണ്ട് കണ്ട സ്ഥിതിക്ക് ഞാൻ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിയല്ല. ചാൻസ് ചോദിക്കാനാണെങ്കിൽ നാറ്റിക്കരുത്. അല്ലല്ല, അത് പിന്നത്തെ കേസ്. അത് പോട്ടെ, ചാൻസിന്റെ കേസ് അതല്ലേ. നമുക്ക് സംശയങ്ങൾ അറിയണമല്ലോ. അതായത് നമ്മൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ് അല്ലെ? ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു സൂപ്പർ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആ വഴി രക്ഷപ്പെടും. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ അനിയന്മാരുടെ പ്രായമുള്ള ഞാൻ രക്ഷപ്പെടും. ഒരു സംഭവം പറഞ്ഞിട്ടേ, അതായത് എന്നെ നായനാക്കി ഒരു പടം എടുത്താൽ കച്ചവടമാവില്ലേ? കച്ചവടം. അതൊന്ന് പറഞ്ഞുകൂടെ, കാരണം മറ്റുള്ളവർ അറിയണം. അത് കച്ചവടമാവും എന്നുള്ള മറ്റുള്ളവർ അറിയണം. കച്ചവടവും പ്രൊഡ്യൂസറിന്റെ വീടും പറമ്പും കച്ചവടവും. അല്ല പിന്നെ അതെന്ന് സംഭവം അറിയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അതല്ല, അതായത് എന്നെ വെച്ചൊരു പടം എടുത്താൽ ഓടുവോ? ഓടും. അതെ, അതാണ് എനിക്ക് അറിയണം. അത് ഓടിക്കണം. അതാണ് മിടുക്ക്. കാരണം നമ്മൾ നല്ലൊരു സിനിമ കിട്ടിയാൽ അത് ഏതെങ്കിലും തിയേറ്ററിൽ കൊണ്ട് ഓടിക്കണം. അതാണ് മാർക്കറ്റിംഗ്. പടമല്ല, പിന്നെ ചേട്ടനെ ഓടിക്കണ കാര്യം പറഞ്ഞത്. നാട്ടുകാര് ഇത് തന്നെ. ഈ നാട്ടുകാർ പലവന്മാർ പലവിധ സ്വഭാവം. ഞാൻ എന്നെ കുറിച്ച് പല കുറ്റങ്ങളും പലയിടത്തും പറഞ്ഞു നടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. അത് വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഈ ആർട്ടിസ്റ്റ് ചാൻസ് ചോദിക്കും. അത് ഇമാർക്ക് പിടിക്കത്തില്ല. അത് തന്നെയല്ല, എന്നെ നിങ്ങൾ സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഗുണമുള്ളൂ. അതായത് ഈ നെയ്യപ്പം തിന്നാൽ 2 ഗുണം. ആ 2 ഗുണം എന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാള സിനിമയിൽ നല്ലൊരു നടനെ കിട്ടുന്നു. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ലൊക്കേഷൻ നല്ല വൃത്തിയായിട്ട് നോക്കാൻ നല്ല അസലൊരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് കിട്ടും. ചോള് വിലയ്ക്ക് 2 എണ്ണം കിട്ടുക. അല്ല ചേട്ടൻ അഭിനയിപ്പിക്കാണ്ടിരുന്നാലും ഞങ്ങൾക്ക് വേറെ 2 ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് നെയ്യപ്പം തിന്നായിരുന്ന 2 ഗുണം കിട്ടും. 2 ഗുണങ്ങളുണ്ട്. അതെന്താണ്? വേറൊരു നല്ല നടനെ ഞങ്ങൾക്ക് കിട്ടും മലയാളത്തിലേക്ക്. അത് കറക്റ്റ് നോട്ട് പോയിന്റ്. പിന്നെ ഞങ്ങളുടെ ലൈഫ് സെക്യൂരിറ്റി ആവും. അത് കൊള്ളാം. നല്ലൊരു സംഭവമാണ്. അത് കൊള്ളാം. ഞാൻ നല്ലൊരു നെയ്യപ്പം അങ്ങോട്ട് വന്നപ്പോൾ ഒരു വളിച്ച നെയ്യപ്പം എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് സംഭവം കിട്ടി. എന്തായാലും കൊള്ളാം. കാരണം ഞാൻ വേറെ ഒന്നുമില്ല, ഈ നാട്ടുകാർക്ക് അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്ന ഡയറക്ടേഴ്സ് വരും, നിങ്ങളെപ്പോലെ റൈറ്റേഴ്സ് വരും, അതുപോലെ ഈ നടന്മാർ വരും. ഞാൻ ചാൻസ് ചോദിക്കും. കാരണം എനിക്ക് ഇതല്ല ലക്ഷ്യം, സിനിമയാണ് എന്റെ ലക്ഷ്യം. എന്റെ മുസ്തഫാക്ക ഒന്ന് ഇറങ്ങി പോവോ? അപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. എന്റെ മൂത്താപ്പട മോളാ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന കൊച്ചാ. എന്നിട്ട് ഇവരെ മുമ്പ് എന്നെ ഇറക്കി വിടും. വിഷമമായി പോയി. അതുകൊണ്ട് അല്ല, വേറെ ഒന്നുമില്ല. എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഇത് മാത്രമായിട്ട് ഞാൻ എന്തിനു വെച്ചോണ്ടിരിക്കുന്നു? ഞാൻ അതുകൂടെ തന്നിട്ട് ഞാൻ പോവാ. മോശമായി പോയി കേട്ടോ. മലയാള സിനിമയിൽ നിന്ന് പടിയിറങ്ങുന്നു. എന്റെ കൊച്ചുപോയിട്ട് നീ കട്ടപ്പന നിരങ്ങിയെന്ന് പറഞ്ഞാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിർത്തിക്കേ. സോനോട് ചോദിച്ചോ ബേബി ചെടി കാര്യം?
ഷോപ്പിൽ കയറി പിടിച്ചു കിട്ട്. അയ്യോ അമ്മയെന്ന് പറഞ്ഞ് കരയുമ്പോൾ വിടുന്ന സോമനാണെന്ന് കരുതിയോടി ഉമ്മരുടെ. കോമഡി സൂപ്പർ നൈറ്റ്. നമുക്ക് ഈ പടത്തിലെ പാട്ടുകളിലേക്ക് പോവാം. ഈ പടത്തിലെ പാട്ടുകൾ ആരൊക്കെയാണ് പാടിയത്? നാദർഷക്കയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അമർ അക്ബർ അന്തോണി നാദർഷക്ക് തന്നെയായിരുന്നു. അതെ. 3 പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ശങ്കർ മഹാദേവൻ പാടിയതാണ്, ഒന്ന് നജീം അർഷാദ് പാടിയതാണ്, പിന്നെ റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മിയും അവരൊരുമിച്ച് ആദ്യമായിട്ട് പാടുകയാണ് പടത്തിൽ. ഈ സിനിമയിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ക്യാമറ ശ്യാം ദത്താണ്. അതായത് വിശ്വരൂപം 2, കമലഹാസന്റെ വിശ്വരൂപം 2 ചെയ്ത ശ്യാം ദത്താണ് ഇതിന്റെ ക്യാമറമാൻ. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്ല, ഈ നമ്മുടെ സ്റ്റാർ കാസ്റ്റിൽ മാത്രമാണ് ഈ നായകന് മാത്രമാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ടോപ്പ് ആളുകളാണ്. പാട്ടിന്റെ കാര്യമൊക്കെ നിങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ആരാണ് പാട്ട് പാടുന്നത്? ബിബിൻ ചേട്ടൻ. ഞങ്ങളുടെ കോളേജ് കാലങ്ങളിൽ പാടിയ ഒരു പാട്ട് ഞാൻ പാടാം. നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി പാട്ടു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. നീ എൻ്റെ സ്വന്തമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, നീ എൻ പൂന്തളീരല്ലേ, പൂത്തരാവല്ലേ, നീ എൻ പൂന്തളീരല്ലേ. നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി പാട്ടു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഹഗ് ചെയ്യാൻ തോന്നിയുണ്ടോ? എന്റെ സ്വന്തമല്ലേ, എന്റെ സ്വർഗമല്ലേ. എന്തായാലും ബിബിന്റെ പാട്ട് നമ്മളെല്ലാരും കേട്ടു. വിഷ്ണുവിന്റെ വക ഞങ്ങൾക്ക് എന്താ ഒരു ട്രീറ്റ്? അല്ല, അത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ അതിലുണ്ട്. അല്ല, ബിബിൻ പാട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടി. വിഷ്ണു നന്നായിട്ട് മിമിക്രി ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. 1-2 താരങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക്. ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിലെ അലൻസിയർ ചേട്ടനും സൗബിൻ ഷാഹിറും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. നീയും സോണിയായിട്ട് എന്നടിയും ഗുൾഫിയാടാ. എന്റെ കൊച്ചുമായിട്ട് നീ കട്ടപ്പന നിരങ്ങിയെന്ന് പറഞ്ഞാൽ നിന്റെ കാലി ഞാൻ തല്ലി. നിർത്തിക്കേ. സോണിയോട് ചോദിച്ചോ ബേബി ചെടി കാര്യം? ചോദിക്കണ്ട, ചിലപ്പോ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ക്രിസ്പി, നീ എന്നെ കരയിക്കാതെ നായിന്റെ മോനെ. താങ്ക് യു. സൂപ്പർ സൂപ്പർ. നിങ്ങളുടെ നേരത്തെ ആങ്കർ വിനയ് ഫോർട്ടിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. ലൈഫിൽ ചില ചേഞ്ചസ് ഉണ്ട്. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ. മുസ്തഫ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജാവ സിമ്പിൾ ആണ്, അതാണ്. താങ്ക് യു വെരി മച്ച്. അജു വർഗീസിന്റെ ശബ്ദം. എന്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞ, അല്ലേലും മാമച്ചൻ ഈ പ്രായത്തിലൊരു നേഴ്സിനെ കെട്ടുന്ന നല്ലത്. താങ്ക് യു. ഇപ്പോൾ ഈയിടെ വളരെ ഹിറ്റായ നമ്മുടെ കബാലിയിലെ ഡയലോഗ് ഉണ്ടല്ലോ, അത് രജനീകാന്ത് പറഞ്ഞിരിക്കുന്ന ഇത് പഴയ തമിഴ് പടം പോലെ ലുങ്കി കെട്ടിക്കിട്ട് മീസി മുറ്റിക്കിട്ട് അന്ത നമ്പിയാർ കൂപ്പിടുമ്പോൾ അയ്യാ അപ്പടി വന്ന് കുനിഞ്ഞ് തിപ്പാനെ അന്ത കബാലി നടിച്ചാടാ. ഈ ഡയലോഗ് മലയാള സിനിമയിലെ പഴയകാല വില്ലൻ ഉമ്മർ അദ്ദേഹം അഭിനയിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. പഴയകാല മലയാള പടം പോലെ പാതിരാത്രി വന്നിക്കിട്ട് വാതിലിൽ മുട്ടിക്കിട്ട് ഷോപ്പിൽ കയറി പിടിച്ചു കിട്ട് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് കരയുമ്പോൾ വിടുന്ന സോമനാണെന്ന് കരുതിയോടി ഉമ്മരുടെ. എടുക്കുമ്പോ മണിച്ചേട്ടന് ഉണ്ട്, ഇന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ജോൺ ബ്രിട്ടാസിന്റെ കൂടെ ഒരു ഷോയിൽ വന്നപ്പോഴുള്ളൊരു ചെറിയ സംഭവം ഞാൻ ചെയ്യാം. കലാഭവൻ മണിയെ ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടം. കലാഭവൻ മണി കമലഹാസന്റെ കൂടെ പാപനാശത്തിനൊക്കെ പോയി തകർത്ത് അഭിനയിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്താണ് കമലഹാസന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്?
എൻ്റെ സാറേ, കമലഹാസൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം ഞാൻ പറയും, ആളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ കമലഹാസൻ തിരിഞ്ഞു നോക്കുമെന്ന്. കമലഹാസൻ തിരിഞ്ഞു നോക്കാണ്ട് പോവും. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആരും തിരിഞ്ഞു നോക്കാല്ലാതെ എൻ്റെ കുട്ടിക്കാല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഈ സ്ലേറ്റ് എന്തിനാ കൈ പിടിച്ചാണ് ബാഗിൽ വെച്ചൂടെ? എന്റെ പൊന്നു ചേട്ടാ, സെൽഫി പുള്ളേന്നുള്ള പാട്ട് കേട്ടിട്ട് ഇത് സ്ലേറ്റ് ഒന്നല്ല, ടാബാണത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ സ്ലേറ്റ് ആയിട്ടാ വെക്കണേ ഇതേപോലെ. നിങ്ങൾ ഓൾഡ് ജനറേഷൻ, ഞങ്ങളൊക്കെ ന്യൂ ജനറേഷനാ. ഇപ്പൊ ഈ പിള്ളേർക്ക് ടാബ് കൂടിയൊക്കെ തീരൂ. ഇത് പുതിയതാണോ? പുതിയതാണോ? അല്ല, എന്റെ അടുത്ത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് കേട് വന്നപ്പോ ഞാൻ വിറ്റു. ഇപ്പൊ സെക്കൻഡ് മേടിച്ചത്. അത് കംപ്ലൈന്റ് ആയി പോയി. എന്താ കാരണം? എന്താ പറ്റിയേ? അത് എന്ത് സംഭവം അറിയില്ല. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇല്ലായിരുന്നു പറഞ്ഞേ. കംപ്ലൈന്റ് ഇല്ലായിരുന്നു പറഞ്ഞേ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഫോൺ വാങ്ങി, അതിന്റെ ഒപ്പം 3 പടങ്ങളും കയറ്റി. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ആ പടങ്ങൾ കാണുമ്പോ അത് ഹാങ് ആവും. അങ്ങനെ ഹാങ്ങായി ഞാൻ അവസാനം ആ ഫോൺ അങ്ങ് കിട്ടും. ഈ സെക്കൻഡ് ഫോൺ ടാബ് എടുത്തു. അത് 3 പടമൊക്കെ ഒരുമിച്ച് കയറ്റി കണ്ടിട്ടായിരിക്കൂടാ? അല്ല, ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ അതല്ല, ഈ 3 പടം ആരുടെയെന്ന് അറിയോ? നമ്മുടെ അമൽ നീരദ് സാറിന്റെ. ആദ്യം ഞാൻ ബിഗ് ബി ആണ് കണ്ടത്. അതിൽ മമ്മൂക്ക അങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പിന്നെ മനസ്സിലായത്. അതാണ് സംഭവം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന ഒരു നിമിഷല്ലേ, നമുക്ക് ഫേസ്ബുക്ക് ലൈവിലൊന്ന് കയറിയാലോ? എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. ഇത് കേട്ടോ, ഒന്ന് ഇരുന്നോളൂ എല്ലാരും എന്റെ ഹൈറ്റിന്. ഓക്കെ അല്ലേ? എല്ലാരും കിട്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്റെ കൂടെ അൻസിബ ചേച്ചി ഉണ്ട്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, വിഷ്ണു ചേട്ടനുണ്ട്, പ്രയാഗ ചേച്ചി ഉണ്ട്, പിന്നെ മഹേഷിന്റെ പ്രതികാരം, സോണിയ നമ്മുടെ മുത്താണ്. പിന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ റൈറ്റർ ബിപി ചേട്ടനുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹായ്. മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങിട്ടോ. ഹായ് ഷഹനീർ ബാബു, നമസ്കാരം. മനു, എന്ത് വിശേഷമോ? സുഖമായിട്ട് പോകണോ മനു? സുഖം, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമില്ല. അയ്യോ, ഇത് പിടിച്ചു ആരെയൊക്കെ പിടിക്കും. എനിക്ക് കാണണ്ട. എന്റെ ഫോണാണ്, പക്ഷെ അവസാനത്തെ മെസ്സേജ് ആരാ? ലില്ലി ജേക്കബ്. സൂരജ് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ ക്ലാസ്സിൽ അച്ഛനെ വിളിച്ചോണ്ട് വരാണ്ട് ഇനി കേറ്റൂലെന്ന്. അല്ല, ഞാൻ ലൈവിൽ വന്ന ടീച്ചർ എങ്ങനെ അറിഞ്ഞു? നിന്റെ ടീച്ചറല്ലേ? ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. പച്ച കളർ എത്തിയിട്ട് അല്ല, ടീച്ചർ ഒന്ന് ഉപദേശിക്കുന്ന നമ്പർ ഉണ്ടോ ടീച്ചറിന്? അല്ല, പ്രൊഫൈൽ പിക്ചർ അപ്പൊ ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ, എന്റെ അച്ഛനും കൊണ്ടു കൊടുക്കട്ടെ. നേരെ പോയിട്ട് അച്ഛനെ വിളിച്ച് സ്കൂളിലേക്ക് പോകൂലേ? അല്ലല്ല, അച്ഛനെ വിളിച്ച് സ്കൂളിലൊന്നും പോവില്ല. അച്ഛനെ വിളിക്കും. ഈ ലൈവിൽ ഞാനും അച്ഛനും കൂടി പങ്കെടുക്കും. അവരും പി ടി എ പ്രസിഡന്റോ ആരാച്ച ടീച്ചറോ ആരാച്ച പി ടി എ മീറ്റിംഗോ എന്താ അവർ വലിയ വലിയ ആൾക്കാരെങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പൊ എന്നാ ശരി, കാണാം. ബൈ ബൈ ബൈ. കോമഡി സൂപ്പർ നൈറ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് എഴുതിയത് ഈ ഫ്രണ്ടിനെ നായകനാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതെ, അതിലെന്താ സംശയം? മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എഴുതിയത്? പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക്, ഞാനും ബിബിനും ഋതിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾക്ക് നായകന്മാരാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം അമരക്രമത്തോടെ എഴുതിയത് തന്നെ. പിന്നെ അത് പിഴച്ചെന്ന് പറയാൻ പറ്റില്ല, അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് വേറെ രീതിയിൽ നന്നായിരുന്നു. ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ അഭിനയിച്ച ഞങ്ങൾ പോലും കാണൂലായിരുന്നു ആ പടം. അതുകൊണ്ടാണല്ലേ. അപ്പൊ കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ വന്ന കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ടീമിന് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനമുണ്ട്.
പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. എല്ലാവർക്കും ചേർന്ന് വാങ്ങി. പ്രയാഗയുടെ മനസ്സിലാൻ തന്നിപ്പോ തങ്കത്തിൽ പൊതിഞ്ഞ ആനോ ഒക്കെ ഇനി ഒരു ചങ്ങലയും ഒരു തോട്ടിയും പാപ്പാനും ഒക്കെ തങ്കത്തിൽ പൊതിഞ്ഞ് കിട്ടിയ വലിയ സന്തോഷമായല്ലേ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ അമർ അക്ബർ അന്തോണിയേക്കാളും വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇനി പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.